എന്തെങ്കിലും നോക്കുന്നേ? എന്തെങ്കിലും പ്രത്യേകത തോന്നിയോ? ഇല്ല, ഒന്നും തോന്നില്ലേ? ഇതെവിടെന്നാ? ആ, അമ്മ വാങ്ങിച്ചെന്നാ. ഏതമ്മ? എന്റെ അമ്മ. നിന്റെ അമ്മയാ? ആ. എടി, നിന്റെ അമ്മ എന്നെയും വിളിച്ചിരുന്നു. 3 പവന്റെ ഒരു സച്ചിൻ മാല വേണോന്ന് പറഞ്ഞിട്ട്. എന്ത് കിട്ടി നിന്റെ അമ്മയ്ക്ക്? എന്നിട്ട് വേണമെന്ന് എന്താ പറയാഞ്ഞേ? ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. ഇതാണ് എന്റെ അമ്മയുടെ ഒരു പ്രത്യേകത. സ്നേഹം കൂടി അപ്പ സ്വർണ്ണമാല വാങ്ങിച്ചു. അതുപോലെ അടുത്ത ആഴ്ച ഊരി എടുത്തോണ്ടും പോകും. പിന്നെ നിന്റെ അമ്മയ്ക്ക് മാത്രമല്ല, അച്ഛനും എന്തോ പ്രശ്നമുണ്ട്. ഇന്നലെ രാത്രി ഒരു 1:30 ഞാൻ വെള്ളം കുടിക്കാൻ എണീച്ചപ്പോ എനിക്കൊരു കോള് വന്നു. കോൾ എടുത്തപ്പോഴത്തേക്ക് നിന്റെ അച്ഛനായിരുന്നു. ഓടി വേണോന്ന് ചോദിച്ചു. ഞാൻ ഉറക്കപ്പിച്ചതിൽ ഓടി എണീറ്റെന്നാ ഓടി വീണെന്നാന്ന് തോന്നാണ് കേട്ടത്. ഒന്നും കൂടെ ശ്രദ്ധിച്ചു കേട്ടപ്പോഴാണ് ഓടി വേണോ മോന് ബെൻസ് വേണോ നീ സെലക്ട് ചെയ്തിട്ട് പറയാം. കാറോ? ആ, നിന്റെ അച്ഛൻ എവിടെന്നോ കുറച്ച് തുട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അച്ഛനെ പഴയ ബിസിനസ് തുടങ്ങി. കള്ളവാറ്റ? അയ്യടാ, കള്ളവാറ്റ് സത്യവാറ്റൊന്നുമല്ല. പിന്നെ അമ്മ എന്തോ കുഴലെന്നോ മറ്റോ ആണ് പറഞ്ഞത്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ചോദിച്ചില്ല. കുഴല? അയ്യോ, വല്ല കുഴൽപ്പണമാണോ? ഉള്ള കാര്യം പറഞ്ഞേക്ക് എല്ലാരും കുടുങ്ങും കേട്ടാ. പറഞ്ഞില്ലെന്ന് വേണ്ട. എടി, ഹവാല കേസാണ്. കവാലേ? കവാല അല്ല, ഹവാല. എടി, കുഴൽപ്പണം എന്ന് പറഞ്ഞാൽ എന്തോന്ന് നിനക്കറിയാമോ? കുഴലിലൂടെ പണം വരുന്നു. എടി, സർക്കാരും ബാങ്കും ഒന്നും അറിയാതെ പുറത്തെ രാജ്യത്ത് നിന്ന് അനധികൃതമായിട്ട് വരൂലേ ക്യാഷ്, അതിനെയാണ് കുഴൽപ്പണം എന്ന് പറയണത്. നിന്റെ അച്ഛൻ അതിന്റെ ഏജന്റ് ആയെന്നാണ് എനിക്ക് തോന്നണത്. അയ്യോ, കുഴപ്പമാണോ? പിന്നെ കുഴപ്പമില്ലാതെ. ഈ കയ്യിലിടുന്ന ഒരു സാധനമുണ്ട്, അറിയോ? പോലീസ് പിടിച്ചോണ്ട് പോകുമ്പോ വിലങ്ങെന്ന് പറയും നമ്മള്. അത് ഇട്ടോണ്ട് ജയിലിൽ പോയി കിടക്കാം. ജയിലിലാ? പിന്നല്ലാതെ. വേഗം വിളിച്ച് പറഞ്ഞോ, ഇല്ലെങ്കിൽ നീയും കൂടെ കൊടുക്കും. അയ്യോ, അമ്മ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ പോലെ വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവോ? ഓഹോ, നിന്റെ അമ്മ മാത്രമല്ല, അച്ഛനും രണ്ടെണ്ണത്ത് നിന്ന് എല്ലാരടുത്തും പറയും. നീ വിളിച്ച് പറയാൻ നോക്കി, ഇല്ലെങ്കിൽ നീയും കൂടെ കൊടുങ്ങുവേ. ദൈവമേ, അപ്പൊ ഈ മാലയും പിങ്കി പോക്ക് തന്ന അറിഞ്ഞാണോ ഒക്കെ? എന്നാ ഹവാലയായിരിക്കും. അയ്യോ പ്രശോഭേട്ടാ, ഓ എന്ത് ചെയ്യും? എന്നെ വിളിക്കണ്ട, നീ വിളിച്ച് പറഞ്ഞോണ്ടാ മതി. വരുന്നമ്മ, വേഗം വിളിച്ച് പറ. പോലേ. എനിക്കെങ്ങും വേണ്ട. ഫോണവിടെ. സമയം ഇതെവിടെ പോയി കിടക്കും? ഓ, നീ എന്താണ് ഇത്രയും താമസിച്ചേ? അമ്മ കുറച്ച് സംസാരിച്ചോണ്ട് വന്നേ ലക്ഷ്മിയോട്. എന്താ ലക്ഷ്മിയോട് സംസാരിക്കാൻ? അതൊന്നുമില്ല, നമ്മുടെ സുനിതാന്റിയെ ലക്ഷ്മിക്ക് ഒരു സ്വർണ്ണമാല കൊടുത്തെന്ന് പറഞ്ഞു. അത് നല്ല കാര്യമല്ലേടാ, അമ്മ മോക്ക് ഒരു സ്വർണ്ണമാല വാങ്ങിച്ചു കൊടുക്കുന്നത്. നല്ല കാര്യമൊക്കെ തന്നെ അമ്മ, പക്ഷെ ഇത്രയും പൈസ പെട്ടെന്ന് എവിടെ നിന്നാണ്? അല്ല, അതിപ്പോ അവരുടെ കാണുമായിരിക്കും, ആർക്കറിയാം. ഞാൻ ചോദിച്ചപ്പം പുതിയ ബിസിനസ് തുടങ്ങിയെന്ന് പറയണം. ആര്? മേനോനങ്ങളെ. ശരി. എന്തോ കുഴൽ കിണറിന്റെ അങ്ങനെ എന്തോ പറയുന്ന കേട്ട്. അതായത് കുഴൽ പണോ എന്തൊക്കെ പറയുന്നതെന്ന് തോന്നി. എനിക്ക് എന്നെ ഒരു പിടിയും കിട്ടത്തില്ലേ ദൈവമേ. കുഴൽ കിണറ്, കുഴൽ പണമോ? അല്ലാതെ പൈസ വരെ ഇവിടെ നിന്നാണ് ചാൻസ് എന്നാണ് ഞാൻ നോക്കണം. ശരി, പോണ്ടേ? അപ്പൊ പിന്നെ പോണ്ടെന്തോ. കൊച്ചമ്മ, ഓ, രസകരമായ കുറെ സംഭവങ്ങൾ ഉണ്ടായി, അതൊന്നും പറയാന്ന് വിചാരിച്ച്. കുഞ്ഞും കൂടെ ഉണ്ടല്ലോ. ഇന്നലെ രാത്രി ഒരു സ്വപ്നം. ചില സ്വപ്നങ്ങൾ ഫലിക്കുന്നാണല്ലോ. അതെ. അതായത് ഒരു ഭാഗ്യം വരാൻ പോകുന്നു. എന്തോ വലിയൊരു ഭാഗ്യം. ഞാനിങ്ങനെ വലിയൊരു കാറിൽ വന്ന് ഇറങ്ങുന്നു. 2 പേര് വന്ന് ഡോറ് തുറക്കുന്നു. ഡോറ് തുറക്കാൻ 2 പേര് ഒരു ഡോർ. അല്ലല്ല, അപ്പം നേരെ പോകുന്നു. പെട്ടെന്ന് ചായ കൊണ്ടുവരുന്നു. ചായ വേണ്ടാന്ന് ഞാൻ ആക്രോശിക്കുന്നു. പെട്ടെന്ന് ജ്യൂസ് കൊണ്ടുവരുന്നു. സെറ്റപ്പ്. എനിക്ക് വയ്യ. അപ്പോൾ ദൂരെ കൂട്ടി കൊച്ചമ്മ ഇങ്ങനെ കാറിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു. കൊച്ചമ്മ പെട്ടെന്ന് നിർത്തി. അപ്പൊ ദീപുവിനെ കണ്ണ് കാണിച്ചു. ദീപു ഉടനെ വണ്ടി നിർത്തി. പെട്ടെന്ന് ഗ്ലാസ് ഒക്കെ താഴ്ത്തിട്ട്, സുഖം തന്നെയാടാ
അപ്പൊ ഞാനിപ്പുറത്ത് ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓ, അത് ഡ്രൈവ് എന്ന ശരി. ഇടത് ഭാഗത്ത് ഇരുത്തിയിട്ടുണ്ട്. സുഖം കൊച്ചമ്മ, ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, പ്രസവത്തിന് സുഖം തന്നെയല്ലോ, പ്രതീക്ഷത്തിന് സുഖം തന്നെയല്ലോ എന്ന് പറഞ്ഞ വിശേഷങ്ങളൊക്കെ തിരക്കുന്നു. പെട്ടെന്ന് കൊച്ചമ്മ അങ്ങ് പാസ് ചെയ്ത് പോയി. ഞാനും പോയി. അങ്ങ് അല്ല, നീ ആരായിപ്പോ ഇല്ല കൊച്ചമ്മ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഇരുന്ന് ഇങ്ങനെ പെട്ടെന്ന് കണ്ണങ്ങ് തുറന്നു നോക്കിയപ്പോ 3 മണി. ഞാൻ അപ്പോഴാണ് ആലോചിച്ചത് 2 മണിക്ക് 4 മണിക്ക് ഇടയ്ക്ക് കാണുന്ന സ്വപ്നം ഫലിക്കും. ഫലിക്കും. രാവിലെ ഒരു 10-10:30 മണിയായപ്പം നമ്മുടെ മേനോൻ ചേട്ടൻ വിളിക്കുന്നു. അമ്മാവ എന്നെ വിളിക്കുന്നു. നിന്നെ ഓ, വിളിക്കുന്നു. എന്നെ വിളിക്കുന്നു. വിളിക്കേണ്ടവരെന്നെ വിളിക്കുള്ളൂ. ആ. എവിടെ? ഞാൻ ചോദിച്ചു, എടുത്ത വഴി ചോദിച്ചു, എവിടെ? നിങ്ങളെ കാണാനേ ഇല്ലല്ലോ എന്നൊക്കെ കുറെ പരിഭവം പറഞ്ഞു. ഞാൻ വിളിച്ച അത്യാവശ്യം എന്ന് പറഞ്ഞാ, എടേ ഞാനൊരു എന്തോ ബിസിനസ് എക്സ്പോർട്ട് കമ്പനിയോ അങ്ങനെ എന്തോ തുടങ്ങാൻ ആലോചിക്കുന്നു. ഞാൻ പറഞ്ഞ നല്ല കാര്യം, നിങ്ങൾ കൊണ്ടുവന്ന് പറ്റും. കാരണം അടുക്കളയിൽ നിന്ന് കുറെ സാധനങ്ങൾ അടിച്ചു മാറ്റി ശീലം ഉണ്ടല്ലോ. കൂടെ സുനീൽ ചേച്ചി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റ് പാർട്ട്നേഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, എടേ നിനക്ക് MBA ഉണ്ടാടേ? ഞാൻ പറഞ്ഞു, MBA ഇല്ല ഏട്ടാ, ഉടനെ എടുക്കണം. നിന്നെ ഞാൻ അതിന്റെ ഒരു മാനേജരാക്കി മാറ്റാന്ന് പറഞ്ഞു. നിനക്ക് MBA ഉണ്ടോ? MBA ഉണ്ട്. MBA പഠിക്കണമെന്നാണ് പറഞ്ഞത്. കൊച്ചമ്മ കുറഞ്ഞ ഒരു 1 മണിക്കൂർ കൊണ്ടൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുമോ? അത്ര ഒന്നും വേണ്ട. അരമണിക്കൂർ മതിയല്ലേ? കാരണം ചിലപ്പോ നാളെ മറ്റന്നാൾ തുടങ്ങാനുണ്ടെങ്കിൽ പെട്ടെന്ന് MBA എന്നൊക്കെ പറഞ്ഞാൽ മേനോന്റെ MBA 10 മിനിറ്റ് മതിയടാ. തന്നല്ലേ? അതായിരിക്കും സ്വപ്നം. ഇതുമായിട്ട് നോക്കും കറക്റ്റായി. കൊച്ചമ്മ ഒരു കാര്യം ഞാൻ പറയാം. രാവിലെ 10 മണി വരെ വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒന്ന് ജോലിയെല്ലാം തീർക്കും. രാവിലെ 4 മണിക്ക് അത് ജോലിയെല്ലാം തീർത്ത് കൊച്ചമ്മയ്ക്ക് എല്ലാം ഉണ്ടാക്കി ഇവർക്കെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ജോലിക്ക് പോകും. അങ്ങനെയാ MBA ക്ക് കാർ ഇവിടെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ. ഡ്രൈവർ കാണും. ഡ്രൈവർ കാണുമായിരിക്കും. എന്നാലും എനിക്ക് ഡ്രൈവിംഗ് പഠിച്ചാൽ ഞാനേ ഓടിക്കോളൂ. എനിക്ക് വയ്യ ഇവന്റെ ഒക്കെ ഒരു അവസ്ഥ. കണ്ണടച്ച് ഉറക്കുന്നതിന് മുമ്പ് MBA. കൊച്ചമ്മ അതിന്റെ ബുക്ക് ഒന്ന് പ്രസവത്തിന് പോകുമ്പോ എനിക്ക് നോക്കിയെടുക്കാറുണ്ടോ? MBAയുടെ ബുക്ക് ഇന്ന് രാത്രി ഒരു 1/2 മണിക്കൂറുണ്ടോ 15 മിനിറ്റുണ്ടോ പെട്ടെന്ന് വായിക്കാൻ പറ്റും. നാളത്തേക്ക് റെഡി ആയിട്ട് പോവാം. സത്യം. ശരി കൊച്ചമ്മ, അപ്പൊ വരുന്നില്ലേ? അയ്യോ വരുന്നേ. അതാ എന്റെ കാറിൽ പോണോ നിന്റെ കാറിൽ പോണോ? എന്റെ കാറ് വന്നിട്ട് ഞാൻ കൊണ്ടുപോവാ. കൊച്ചമ്മയുടെ ഒരു കാർ. എന്തോടാ നിന്റെ അമ്മായി പരിപാട്ട? ഞാൻ പറഞ്ഞില്ലേ എന്തോ ഉടായിപ്പുണ്ട്. ഓ എന്റെ മോനെ, നീ സൂക്ഷിച്ചോടെ, എന്ത് സംഭവിക്കും ആ വീട്ടിൽ. ഇതിന്റെ പേരിലാണ് ഇത്രയും നേരം അവിടെ സംസാരമായിരുന്നു. അവളല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ നോക്കിയിരിക്കാം 1.5 മണിക്കൂർ ചിലക്കാൻ. അമ്മ നമുക്കിറങ്ങാം. എന്നാലും എങ്ങനെ മനസ്സ് വന്നു സ്വന്തം മോക്ക് ഈ കള്ളക്കടത്ത് സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട്? എന്തായാലും ഒന്ന് വിളിക്കുന്നുണ്ട്. ഹലോ, ആയമാണ് ലക്ഷ്മി. ലക്ഷ്മി പ്രശോഭ്. മൈ ഫാദർ വാസുദേവ മേനൻ. എങ്ങനെ? നോ 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 ചെയർ. യെസ് ചെയർ. I sit. I sitting. No sir, I sit. No. I no understand. No, I sit. Mother promise I sit. No, I no talking. No. Ammachana, no talk. Nobody. Okay. Okay. ഈ ചേച്ചി ഇതുവരെ കണ്ടില്ല, ഇതുവരെ ഇറങ്ങി വന്നില്ലേ? ചേച്ചി ഇവിടെ ഇരിക്കണ? എത്ര പ്രാവശ്യം വിളിച്ച്? എന്ത് സുരഭി, എന്ത് പറ്റി? എന്നെ CBI അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണ? വിർച്വൽ അറസ്റ്റ്. വിർച്വൽ അറസ്റ്റാ? എന്തിന്? എനിക്ക് അറിഞ്ഞൂടാ. അതെന്ത്? നീ എനിക്ക് ഇച്ചിരി വെള്ളം എടുത്തു തരുമോ? വേണ്ട. കുടിക്ക്. മതിയാ? മതി. എനിക്ക്
എനിക്കെന്തോ പരവേശം പോലെ. ഞാൻ പിടിക്കാം, എണീക്ക്. എണിക്കാൻ പറ്റൂല. അത് അവരെന്നെ അറസ്റ്റ് ചെയ്തിരിക്കുക. അയ്യോ മുത്തോണ്ണ, മുത്തോണ്ണ, എന്തോ ഒന്ന് വന്നേ. ഓ ദേ ചേച്ചി വയ്യൊന്ന് വെർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറയണ്. വെച്ച് അറച്ചെന്നാ ആ. മറ്റേ കാർഡിയക് അറസ്റ്റ് എന്ന് പറയും പോലെ ഉള്ള പ്രശ്നമായിരിക്കും. ഇപ്പൊ നമുക്ക് ആംബുലൻസ് വിളിക്കാം. അയ്യോ, ആംബുലൻസ് ഒന്നും വിളിക്കണ്ട. എന്ത് ഇതല്ല, പിന്നെ CBI-കാരെന്നെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. അവരെല്ലാം സാറ്റലൈറ്റ് വഴി വീക്ഷിക്കുന്നുണ്ട്. എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റൂല. ശരി, അനങ്ങണ്ട. അനങ്ങാതിരുന്ന് കാര്യം പറ. ഇപ്പൊ എന്തുവാണ് സംഭവം? പറയാ, ആ. എന്റെ അച്ഛനെ ഒരു ബിസിനസ് തുടങ്ങിയ കാര്യം പറഞ്ഞില്ലേ? പിന്നെ ഞാൻ അറിഞ്ഞില്ലേ, എന്നെ എന്റെ അടുത്ത് MBA പഠിക്കണമെന്ന് പറഞ്ഞു, അതിലെ മാനേജാക്കാന്ന് പറഞ്ഞു. നമ്മളെ പഴയ പെയിന്റ് ഒക്കെ മറ്റേ സിംഗപ്പൂരും മലേഷ്യയൊക്കെ കയറ്റി അയക്കുന്ന ഒരു സംഭവല്ലേ, അതൊക്കെ പറഞ്ഞു. ഞാൻ MBA പഠിക്കാനുള്ള ബുക്കൊക്കെ വായിക്കാനുള്ള സെറ്റപ്പാണ്. ആ പെയിന്റിന്റെ ഒപ്പം അച്ഛൻ മയക്കുമരുന്ന് കയറ്റി അയച്ചു എന്ന് പറഞ്ഞിട്ട് അവരെന്നെ വിളിച്ചേ. ദുഷ്ടാ. അവരെന്നോട് ഒരു കസേരയിൽ ഇരുന്നോളാൻ അനങ്ങരുതെന്ന് പറഞ്ഞു. സകലതും വീക്ഷിക്കുന്നുണ്ട് സാറ്റലൈറ്റ് വഴി. അയ്യോ, പണിയായല്ലോ. ഒരു കസേരയില്ല, ഒരുപാട് കസേര ഇവിടെ ഇല്ലേ? മുത്തോണ്ട മുത്തോണ്ട, എനിക്ക് പേടിയാവണു. പേടിക്കണ്ട, നമ്മള് കൂടെ ഉണ്ടല്ലോ. എന്നിട്ട് എന്റെ പേരിലെ ലൈസൻസ്, അതിനാ അവരെന്നെ വിളിച്ചത്. അതാണ് വിഷയം. അപ്പൊ കള്ളക്കടത്തുണ്ടല്ലേ? ഷോ മുത്തോണ്ട, അല്ല, ഒന്നും പറയണ്ട. ദ്രോഹമാണ് ചെയ്തത്. ഒരു അച്ഛൻ മകളോട് ഇങ്ങനെ ചെയ്യാനേ പാടില്ല. രാവിലെ പ്രശ്നപ്പെട്ട സംശയം പറഞ്ഞേ ഉള്ളൂ. അച്ഛന് കള്ളക്കടത്തുണ്ടെന്നോ ഹവാലുണ്ടോന്നൊക്കെ സംശയിക്കണമെന്ന്. അതിങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നമ്മളും വിചാരിച്ചില്ലേ. ഓ, അപ്പൊ ലോൺ എടുത്ത് സ്വന്തമായിട്ട് കൊള്ള സംഗീതം ഉണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുത്തോണ്ട, ചുമ്മാ ഇരി സുരഭി. അപ്പോഴേ ഒരു കാര്യം പറഞ്ഞാൽ വിഷമിക്കരുത്. എന്താ? അപ്പൊ CBI വരൂ എന്നുള്ളത് ഉറപ്പായി. വരുമല്ലേ? കാളിമ്പല്ലേ? അയ്യോ, അതാര് വിളിച്ച്? CBI നോക്കണ്ട. മുത്തോണ്ട, പക്ഷേ സ്വന്തം അച്ഛനാണെങ്കിലും ഞാൻ പറയാണ്, ആ ദ്രോഹി കാരണം നമ്മളെല്ലാം കൂടുന്നു. MBA പഠിക്കാത്ത നന്നായി. ചേച്ചി വിഷമിക്കണ്ട ചേച്ചി, നമ്മളൊക്കെ ഉണ്ട്. വിഷമിക്കണ്ട കേട്ടാ. സുഹാസിനി ചന്ദ്രഹാസന്റെ വീടല്ലേ? അതെ സാർ. റേഷൻ കാർഡ് അവരുടെ പേരിലാണല്ലേ? ഓ അതെ സാർ, അങ്ങനെ ആയിപ്പോയി. ഈ വീട്ടിൽ താമസിക്കുന്നവരുടെ പേരും വിവരങ്ങളും അറിയണം. അകത്തിരുന്ന് സംസാരിക്കാൻ സാർ. വന്ന സാർ. ഇരിക്കാൻ സാർ, ഇവിടെ ഇരിക്കാം. സുഹാസിനി ചന്ദ്രഹാസന് സിറ്റിയിൽ 3 വീടുകളുണ്ടല്ലേ? 3 വീടുകൾ ഉണ്ട് സാർ. നേരത്തെ ചോദിച്ച കാര്യങ്ങൾക്കൊന്നും വലുതായിട്ട് വിവരമില്ല. മറ്റു വിവരങ്ങളൊന്നും വലുതായിട്ട് അറിഞ്ഞൂടാ സാർ. കൃഷി എന്തെങ്കിലും നടത്തുന്നുണ്ടോ? കൃഷി ഒന്ന് ആലോചിക്കണം സാർ. ഇഞ്ചി, ഏലം, കുരുമുളക് അങ്ങനെ എന്തെങ്കിലും? ഓ അതുണ്ട്. കൃഷി എന്ന് പറയുമ്പം അതാരാ? കുരുമുളകാണ് സാർ. കുരുമുളക്? അല്ല, കൃഷി കുരുമുളക്, ഇതും മരുമുളകാണ് സാർ. ഈ വീട്ടിലെല്ലാരെയും പേരും വിവരവും ആധാർ കാർഡ് നമ്പരും എല്ലാം തരാ സാർ, തരാ സാർ. നമ്മൾ വിചാരിച്ച ആള് തന്നെ കുടുങ്ങി. അയ്യോ, ഇപ്പൊ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, എങ്ങനെയെങ്കിലും സ്വാധീനിച്ചോണ്ട് അയാളെ ഈ അറസ്റ്റിൽ നിന്ന് ഒഴിവാക്ക്. സ്വാധീനിക്ക്. ഒരു കാര്യം ചെയ്യും, ഞാൻ പോയിട്ട് വരുന്ന ഡീൽ ചെയ്തു. പേടി. ഞാൻ ഉണ്ട് കൂടെ, ഞാൻ ഉണ്ട്. ഇതാ വരുന്നു സാർ. മറ്റു കാര്യങ്ങൾ ചോദിച്ചാൽ പറഞ്ഞുതരും. ഇവിടെ കിടപ്പ് രോഗികളുണ്ടോ? കിടപ്പ് രോഗികൾ? കിടപ്പ് രോഗികളില്ല, ഇരിപ്പ് രോഗിയുണ്ട്. ഇരിപ്പ് രോഗി? കുറെ ദിവസമായിട്ട് ഒരേ കണക്ക് ഇരിക്കുന്ന ഒരു രോഗിയുണ്ട്. വീട്ടിലെ പേരും അഡ്രസ്സും എല്ലാം എഴുതി കൊണ്ടുവരണം കേട്ടോ. പേരും അഡ്രസ്സോ? എല്ലാവരുടെയും ഈ വീട്ടിൽ താമസിക്കുന്നവരുടെ. ഞാൻ അകത്തുനിന്ന് എഴുതി കൊണ്ടുവരാം. പെട്ടെന്ന് വരണം. എന്താണോ ഇത്? ഇതിപ്പം കിട്ടിയേക്കുന്നത് വിസ്കിയാണ്. ഇനി അല്ല ബ്രാൻഡിയോ റമ്മോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സംഘടിപ്പിക്കാം. എടോ, എനിക്കിപ്പോ വേണമെങ്കിൽ നിങ്ങൾ അകത്താക്കാം. എന്നെ അകത്താക്കുന്നത് പിന്നെ ആദ്യം ഇതിൽ നിന്ന് 2 അകത്താക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. ഇനി കൈക്കൂലിയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് സെറ്റാക്കാം. എടോ, ഞാൻ പഞ്ചായത്തിന് സ്ഥിതി വിവര കണക്ക് ശേഖരിക്കാൻ വന്ന ഉദ്യോഗസ്ഥനാ. പഞ്ചായത്തിൽ നിന്ന് വന്നതാ? അതെ, പഞ്ചായത്തിൽ നിന്ന് വന്ന ആളാണ്. പറയണ്ട, ഒറ്റ എഴുതി വായിക്കാം. നമുക്ക് ബാക്കി കണക്ക് ഞാൻ പറയാം കേട്ടാ.
ഇവിടെ സ്ഥിരബോധമുള്ള ആരെങ്കിലും ഉള്ളപ്പോ ഞാൻ വരാം. മതി, പോയിട്ടോ. ഇപ്പൊ ഇവിടെ എല്ലാവർക്കും മറ്റേ ബോധമൊക്കെ പോയി കിടക്കുകയാണ്. അയ്യോ, ഇത് സംഭവമൊന്നുമില്ലെന്ന്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് അടിച്ചു തീർക്കണമല്ല. എന്ത് ചെയ്യൂന്ന് പറ. അതല്ലല്ലേ അല്ലല്ല, ഞാൻ പറഞ്ഞില്ലേ ഇത് കൊണ്ടുവച്ചിട്ട് കേട്ടെ. ഇനി അവര് വിളിക്കുമ്പോ ഞാൻ എന്താ പറയാ? തയ്യാറാണെന്ന് പറയണം. ജയിലിൽ വരാൻ തയ്യാറാണെന്ന് പറയണം. അല്ല, ഞാൻ വേറെ കാര്യം പറയട്ടാ. കൊച്ചമ്മയും പശുകുഞ്ഞിനെ ഒന്ന് അറിയിക്കട്ടാ. വിളിക്കാൻ പാടില്ല. പാടൂലേ? ഈ ലൊക്കേഷനിൽ ഒരു കോള് പോലും പുറത്തു പോരുതെന്ന് അവര് പറഞ്ഞത്. ചിലപ്പോ കൊന്നുകളയായിരിക്കും. അയ്യോ, പറയാൻ പറ്റൂല. അവസ്ഥ തന്നെ. പാവം ചേച്ചിക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാ? അങ്ങനെയാണോ ചോദിക്കുന്നത് ഈ അവസരത്തില്? മുത്തോണ്ട, ഓ, എനിക്കുണ്ട്. അയ്യോ ഉണ്ടെന്ന് പറ ചേച്ചി, നമ്മള് സാധിച്ചു തരാം. എനിക്ക് എനിക്ക് കാന്താരി മുളക് ഞെരടി. ആ, കാമ്പരി നേടി വരുന്നോടെ കണ്ണി തേക്കണോ? ഞാൻ തേക്കാം. അല്ല, പിന്നെ പറഞ്ഞോ. എനിക്ക് കാന്താരി മുളക് ഞെരടി ഒരു പഴങ്കഞ്ഞി കുടിക്കണം. ഡയറ്റ് അല്ലേ ചേച്ചി? ചപ്പാത്തി അല്ലേ ചേച്ചി കഴിക്കുള്ളൂ? ശവത്തെ കുത്തല്ലേ സുരഭി. ജയിലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ചപ്പാത്തി കഴിക്കാലോ. അത് ശരിയാ. അവിടെ കപ്പയും പഴങ്കഞ്ഞിയും ഒന്നും കിട്ടൂലല്ലോ. എനിക്കത് കഴിക്കണം. കുഞ്ഞു പേടിക്കട്ട. കുഞ്ഞിന്റെ ഒടുക്കത്തെ ആഗ്രഹം, അല്ല അവസാനത്തെ ആഗ്രഹം ഞാൻ നടത്തി തരാം. പഴങ്കഞ്ഞിയല്ലേ വേണ്ടു, ഞാൻ റെഡിയാക്കി തരാം. ഈ മുത്തൊന്ന് റെഡിയാക്കി തരാം. ഒരു മിനിറ്റ്. ചേച്ചി കരയണ്ട, പഴങ്കഞ്ഞി റെഡിയാക്കി തരാം. കരയല്ലേ? ഞാൻ ജയിലില് പഴങ്കഞ്ഞി കൊണ്ടുവരാം കേട്ടാ. പാവം. കടന്നതല്ല, പിന്നെ നല്ല എരിവുണ്ട്. കാന്താരി മുളകല്ലേ? എന്തായാലും ചേച്ചിയെ കൊണ്ടുപോണതേ അങ്ങ് അട്ടകുളങ്ങരയിലും പൂജപ്പുരയിലൊന്നും അല്ലല്ലോ, അങ്ങ് തീകാറിലല്ലേ. എങ്ങനെ പഴം കുഞ്ഞു കുടിക്കും? സത്യം. കുഞ്ഞെ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചന്ദ്രകാശത്തിലോട്ടൊരു വിളി വേണേ. ഞാനേ പോണതേ ദുബായിലോട്ടല്ല, ജയിലിലോട്ടാ. അവിടെ കിടന്നേ വിളിക്കാനൊന്നും പറ്റില്ല. കൂടിപ്പോയെന്നാലേ വിളിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അത് അത്രയും ദൂരമുള്ളതുകൊണ്ട് നമുക്ക് കേൾക്കാനും പറ്റൂല. കഴിക്കട്ടെ, ആവോളം കഴിക്കട്ടെ. കഴിക്കേച്ചി. അയ്യോ, ഈ വാതിലും തുറന്നിട്ടിട്ട് നീ ഇതെന്തോ കാണിക്കുന്നത് ഇവിടെ? അല്ല, അത് പറയാനാണ് കൊച്ചമ്മ ഞാൻ അങ്ങോട്ട് വന്നത്. എങ്ങോട്ട് വന്നത്? ഞാൻ ഇപ്പം അങ്ങോട്ട് വന്നതേ. എന്താടാ പറയാന്? അല്ല, കൊച്ചമ്മയും പശുവിനും ഇവിടെ ഇല്ലായിരുന്ന സമയത്ത് ഒരു മഹാസംഭവം ഉണ്ടായി. അണ്ണൻ അത് വിളിച്ചു പറഞ്ഞൂടെ? അല്ല, വിളിച്ചു പറയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അങ്ങനെയുള്ള ഒരു അറസ്റ്റ് അല്ലേ ഇവിടെ നടന്നത്. ഇവളെന്തോ ഇങ്ങനെ ഇരിക്കുന്നേ? അത് കൊച്ചമ്മ, അത് ഒരു സാധാരണ അറസ്റ്റ് അല്ല. ഇതിന്റെ പേര് മറ്റേ വെർച്ചൽ അകർച്ചൽ അങ്ങനെ എന്തോ ഒരു അറസ്റ്റാണ്. ഒറ്റ ഇരിപ്പാണ് ഇത്. അണ്ണ ഒന്ന് തെളിച്ച് പറ. അത് തെളിച്ച് അത് അവിടെ ചെന്ന് ചോദിക്കാമല്ലോ. എന്തോ ഉണ്ട് പറഞ്ഞു. എന്തോ പ്രശ്നം. എന്താ കൊച്ചേ? എന്താ ഫോൺ അടിക്കണു? ഫോൺ അടിക്കുന്നോ? കൊച്ചമ്മ ഇരിക്കണം. അമ്മ, ഇത് അവരാ അമ്മ. മയക്കുമരുന്ന് കേസിലെ പ്രതിയാക്കണ്ടെങ്കിൽ 25 ലക്ഷം രൂപ അവർ അക്കൗണ്ട് ഇട്ട് കൊടുക്കണോന്ന്. എത്ര ലക്ഷം? 25 ലക്ഷം. ഓഹോ. അമ്മ, അതുവരെ ഞാൻ അവരുടെ സെൽഫ് കസ്റ്റഡിയിലാ. എന്തോ കസ്റ്റഡി? സെൽഫ് കസ്റ്റഡി. അയ്യോ പാവ. ശരി ശരി, നില്ലേ, ഞാൻ സംസാരിക്കട്ടെ. ഹലോ. What are you talking? I didn't get what you said. I can follow your language. क्या आप हिंदी जानते हैं? കട്ട് ചെയ്തമ്മ. അവര് കട്ട് ചെയ്തിട്ട് പോയി. അവര് വെച്ചിട്ട് പോയി. ഇത്രയുള്ള അല്ല കൊച്ചമ്മ, ഇതെന്തോന്നും ഭാഷ? ഇതുപോലൊക്കെയുള്ള ഈ കള്ള ഫോൺ കോളുകൾ വരുമ്പോഴേ
ഫേക്ക് കോൾസ് വരുമ്പം നമ്മൾ ലോകത്തിൽ ആരും കേട്ടിട്ടില്ലാത്ത ഒരു ഭാഷയാണെന്ന് പറഞ്ഞ് അങ്ങ് വെച്ച് അലക്കണം. അവന്മാര് വെച്ചിട്ട് പൊക്കോളും. ഇത്രേ ഉള്ള കാര്യം. അത് കൊള്ളാം. ഞാൻ അതല്ലേ നോക്കണത്, ഇത് ഏത് ലാംഗ്വേജ്? പ്രശോഭേട്ടൻ മിണ്ടരുത്. അമ്മ, ഈ പ്രശോഭേട്ടൻ എന്നെ രാവിലെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചത്. എന്റെ അച്ഛന് കുഴൽപ്പണത്തിന്റെ ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇമാതിരി കോളെല്ലാം വന്നത്. ഇവിടെ അയാൾക്ക് കുഴൽപ്പണം ഉണ്ടെന്ന് എന്നോട് ആര് പറഞ്ഞു? ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു ഉദ്ദേശം അങ്ങനെ ഉണ്ടോന്ന് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ആ സംശയം. അയ്യോ പാപ, ഒരു സംശയം ചോദിച്ചു. നീ കേട്ടെ ഒട്ടും ഊഹം വിട്ടേരാ. എന്റെ ഒരു ദിവസം മൊത്തം പോയി. പക്ഷേ കൊച്ചമ്മ, ഓ എന്നാലും എന്റെ കൊച്ചമ്മേനെ ഭാഷയുണ്ടല്ലോ, ഒരു ഒന്നൊന്നര ഭാഷ തന്നെ. അതെന്ത് ഭാഷയമ്മ? ജലാപഘോളോത്സവം. അതാ. അത് അതെ. ഇല്ല, ഏട്ടാ കറക്റ്റാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.